morning dear students. എല്ലാവർക്കും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും ആ 3 ക്ലാസ്സുകൾ കാണണം. എന്നിട്ട് ഇന്നത്തെ ക്ലാസ് കാണാമോ, എന്നാലേ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ആദ്യം ആ 3 ക്ലാസ്സുകൾ കാണുക, എന്നിട്ട് ഈ ക്ലാസ് കാണുക. ഓക്കെ. അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലെറ്റ് us go to today's class. See, let n be the set of natural numbers. R be a relation in n cross n given by AB related to CD if and only if A plus B equal to B plus C. Prove that R is an equivalence relation. ഇവിടെ നമുക്ക് ഈ റിലേഷൻ ഏത് സെറ്റിലുള്ള റിലേഷൻ ആണ്? n ക്രോസ് എന്നിലുള്ള റിലേഷൻ ആണ്. n is a natural numbers 1 2 3 4 etc. അതിലെ നാച്ചുറൽ നമ്പേഴ്സ് n ക്രോസ് n എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഓർഡേർഡ് പെയർസ് ആണ് ഉണ്ടാവുക. 1 1 1 2 1 3 എന്നുള്ള ഓർഡേർഡ് പെയർ ആണ് ഉണ്ടാവുക. അപ്പൊ n ക്രോസ് n ലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓർഡേർഡ് പെയർസ് തമ്മിലുള്ള റിലേഷൻ ആണ്. ഒരു ഓർഡേർഡ് പെയറും വേറൊരു ഓർഡേർഡ് പെയറും. നമ്മളിതിന് മുമ്പ് പഠിച്ച പ്രോബ്ലംസിലൊക്കെ മെയിൻ ആയിട്ട് ഒരു എലിമെന്റും വേറൊരു എലിമെന്റും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇപ്പൊ ഇവിടെ റിലേഷൻ ഒരു ഓർഡേർഡ് പെയറും വേറൊരു ഓർഡേർഡ് പെയറും തമ്മിലാണ് റിലേഷൻ. ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ എ ബി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയറും സി ഡി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയറും തമ്മിൽ റിലേഷൻ ഉണ്ടാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഇവിടെ ആദ്യത്തേതും ഇവിടെ ഏറ്റവും അവസാനത്തേതും എ പ്ലസ് ബി രണ്ടും കൂടി ആഡ് ചെയ്താലും ഇവിടെ രണ്ടാമത്തവും ഇവിടെ ആദ്യത്തെയും രണ്ടും കൂടി ആഡ് ചെയ്താലും എന്തായിരിക്കണം? സെയിം ആവണം. അപ്പൊ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താവണം? ബി പ്ലസ് സി. അപ്പൊ ഇതിന്റെ അർത്ഥം എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ സി ഡി എന്ന് പറയുന്ന ഓർഡേർഡ് പെയറിനോട് റിലേറ്റഡ് ആണെന്ന് പറയാം. Simply, that means if A plus B is equal to B plus C, we can say that the ordered pair AB is related to ordered pair CD. So you are required to prove that R is an equivalence relation. ഞാൻ പറഞ്ഞ ഒരു റിലേഷൻ ഇക്വലന്റ് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്നൊക്കെ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പോരാ. പക്ഷെ റിലേഷൻ റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതല്ലാത്ത ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. അല്ലാതെ പ്രൂവ് ചെയ്യാനുള്ള എളുപ്പമാണ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത. പക്ഷെ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ ആയിട്ട് ഓർഡേർഡ് പെയർ ഒക്കെ എടുത്തിട്ട് തന്നെ ചെയ്യണം. ഇപ്പൊ നോക്കാം, റിഫ്ലക്സിവിറ്റി. അപ്പൊ ആദ്യത്തെ റിഫ്ലക്സിവിറ്റി എന്താ? റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ every element is related to itself. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞു എന്താണ്? A is related to A. ഇവിടെ എലിമെന്റ്സ് തമ്മിലുള്ള റിലേഷൻ ഞാൻ പറഞ്ഞു ഓർഡേർഡ് പെയർ ആണ്. അപ്പൊ ഇത് റിഫ്ലക്സീവ് ആണെങ്കിൽ എവറി ഓർഡേർഡ് പെയർ ഷുഡ് ബി റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. എ ബി റിലേറ്റഡ് ടു എ ബി. എ ബി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയറിന് അതിനോട് തന്നെ റിലേഷൻ ഉണ്ടാവണം, എന്നാലും അതിന് റിഫ്ലക്സീവ് പറയും. അപ്പൊ എ ബി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയറിന് അതിനോട് തന്നെ റിലേഷൻ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഉണ്ടാവണം. അതുകൊണ്ട് എ ബി ഈസ് റിലേറ്റഡ് ടു എ ബി എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? ഇവിടെ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് സി. ഇവിടെ എന്താവണം? എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ബി ഈസ് റിലേറ്റഡ് ടു എ ബി എന്ന് പറയാം. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, അതെന്താണ് നമുക്ക് കിട്ടേണ്ടത്, അത് ആദ്യം എഴുതി വെക്കുക. അപ്പൊ എ ബി റിലേറ്റഡ് ടു എ ബി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റിഫ്ലക്സീവ് എന്ന് പറയാം. The relation R is reflexive because every ordered pair is related to itself. അപ്പൊ എ ബി റിലേറ്റഡ് ടു എ ബി എന്ന് പറയുന്നത് ഇവിടെ ഈ റൂൾ നോക്കാം. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് സി ആണെങ്കിൽ എ ബിയും സി ഡിയും തമ്മിൽ റിലേഷൻ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കാം, എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ബി ഈസ് റിലേറ്റഡ് ടു എ ബി. ഓർഡേർഡ് പെയർ എ ബി ഈസ് റിലേറ്റഡ് ടു ഓർഡേർഡ് പെയർ എ ബി. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിൽ എയും ബി ഒക്കെ നാച്ചുറൽ നമ്പർ അല്ലേ. അപ്പൊ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണ്. അപ്പോ നമുക്ക് എന്ത് പറയാം? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ പറയാം. കാരണം എയും ബിയും നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ എ പ്ലസ് ബി എന്തിന് ഈക്വൽ ആയിരിക്കും? ബി പ്ലസ് എ ഈക്വൽ ആയിരിക്കും. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓർഡേർഡ് പെയർ എ ബി ഈസ് റിലേറ്റഡ് ടു ഓർഡേർഡ് പെയർ എ ബി. ഓർഡേർഡ് പെയർ എ ബി ഈസ് റിലേറ്റഡ് ടു ഓർഡേർഡ് പെയർ എ ബി. Therefore R is reflexive. ഇപ്പൊ R എന്താണെന്ന് മനസ്സിലായി? റിഫ്ലക്സീവ് ആണെന്ന് മനസ്സിലായി. ഇനി സിമെട്രിക്. സോ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? എ ബിക്ക് സി ഡിയോട് റിലേഷൻ ഉണ്ടെങ്കിൽ നേരെ തിരിച്ചുണ്ടാവണം. സി ഡിക്ക് എ ബിയോടും റിലേഷൻ
ഉണ്ടെങ്കിൽ സി ഡിക്ക് നേരെ തിരിച്ച് എ ബിയോട് റിലേഷൻ ഉണ്ടാവണം. ഇനി സി ഡി റിലേറ്റഡ് ടു എ ബി എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് സി ഡി റിലേറ്റഡ് ടു എ ബി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ ഡേ റൂൾ നോക്കാം. സി പ്ലസ് ബി ഈക്വൽ ടു ഡി പ്ലസ് എ. സി പ്ലസ് ബി ഈക്വൽ ടു ഡി പ്ലസ് എ. അപ്പൊ നമുക്ക് സി പ്ലസ് ബി ഈക്വൽ ടു ഡി പ്ലസ് എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓർഡേർഡ് പെയർ സി ഡി റിലേറ്റഡ് ടു ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയാം. അങ്ങനെ എഴുതാൻ പറ്റുമോ ഇതിനെ? ഇത് നമുക്ക് ഈ റിലേഷൻ നമുക്ക് സി പ്ലസ് ബി ഈക്വൽ ടു ഡി പ്ലസ് എ എഴുതാൻ പറ്റുമോ? നമുക്ക് ബി പ്ലസ് സി അതെന്തിന് ഈക്വൽ ആണ്? സി പ്ലസ് ബി ഈക്വൽ ആണ്. സോ ദിസ് ഇംപ്ലൈസ് സി പ്ലസ് ബി. എ പ്ലസ് ഡി അതെന്തിന് ഈക്വൽ ആണ്? ഡി പ്ലസ് എ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഈ റിലേഷൻ എങ്ങനെയാണ് എഴുതാം? സി പ്ലസ് ബി ഈക്വൽ ടു ഡി പ്ലസ് എ. So if C plus D is equal to D plus A, then what does it mean? CD related to AB. So that means CD related to AB. That means ordered pair CD related to ordered pair AB. That means AB related to CD implies CD related to AB. Therefore, R is symmetric. Therefore, R is symmetric. Any other transitivity? Transitive means A is related to B and B is related to C implies A is related to C. ഇനി മനസ്സിലായ കാര്യത്തിൽ നമ്മൾ എന്താ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എക്ക് ബിയോട് റിലേഷൻ ഉണ്ട്, ബിക്ക് സിയോട് റിലേഷൻ ഉണ്ടെങ്കിൽ എക്ക് സിയോടും റിലേഷൻ ഉണ്ടാവണം. ഇവിടെ അത് ഓർഡേർഡ് പെയറിന്റെ കേസിൽ അത് മാത്രം. അപ്പൊ ട്രാൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? എ ബി റിലേറ്റഡ് ടു സി ഡി. രണ്ട് സംഗതികൾ നമ്മൾ അസ്യൂം ചെയ്യണം. എ ബി is related to സി ഡി, പിന്നെ സി ഡി is related to വേറൊരു ഓർഡേർഡ് പെയർ ഇ എഫ് നിൽക്കാം. AB is related to CD and CD is related to third order pair EF. രണ്ടും നമ്മൾ പ്രൂവ് ചെയ്യണം. AB related to EF പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ അസ്യൂം ചെയ്യാം. ഏതൊക്കെയാ? AB related to CD, AB related to CD. AB related to CD implies what? AB related to CD implies A plus D equal to B plus C. A plus D equal to B plus C. AB related to CD. In our CD related to some other third ordered pair. So we can write CD related to third ordered pair. One of the EF local. A related to B and B related to C. Elements in the case. But the ordered pair are A because CD ordered relation and CD ordered pair EF in order relation. This is the assume the program AB is related to EF. The program AB related to EF R is transitive. A B C D relation ഉണ്ട്, C D ക്ക് E F നോട് റിലേഷൻ ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എന്താവണം? A B related to E F ആവണം. ഇപ്പൊ നമുക്ക് A B related to C D implies A plus D is equal to B plus C. C D related to E F എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂൾ എന്താണ്? C plus F. C plus F equal to C plus F. ഇവിടെ ആദ്യത്തെ അവസാനത്തേത് C plus F is equal to D plus E. D plus E. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യാം. എ പ്ലസ് ഡി പ്ലസ് സി പ്ലസ് എഫ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു ബി പ്ലസ് സി. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യാം. ബി പ്ലസ് സി പ്ലസ് ബി പ്ലസ് ഇ. നമ്മളിതിന്റെ രണ്ട് ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്തു, ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്തു. ബി പ്ലസ് സി പ്ലസ് ബി പ്ലസ് ഇ. സോ ഹിയർ ഈസ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എഫ്. രണ്ട് സൈഡിലും ഒരേപോലുള്ള നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? ഏതൊക്കെയാണ് പോലുള്ളത്? ഇവിടെ ഡി ഉണ്ട്, ആ ഡിയും ഈ ഡിയും ക്യാൻസൽ ചെയ്തു. ഇവിടെ സി ഉണ്ട്, ആ സിയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താണ്? എ പ്ലസ് എഫ്. ദാറ്റ് ഇംപ്ലൈസ് എ പ്ലസ് എഫ് ഈക്വൽ ടു ബി പ്ലസ് ഇ. What does it mean? If A plus F is equal to B plus E, we can write it as AB related to EF. That means ordered pair AB related to ordered pair EF. Okay, ordered pair AB related to ordered pair EF എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? ഈ റൂൾ മനസ്സിലാക്കുക. A plus F equal to B plus E ആണ്. ഇവിടെ ആദ്യത്തെ ഇവിടെ അവസാനിച്ചത് A plus F equal to B plus E. ഇതല്ലേ ഇവിടെ കിട്ടിയത്. അപ്പൊ A plus F is equal to B plus E ആണെങ്കിൽ AB related to EF എഴുതാം. ഇപ്പൊ നമുക്ക് AB related to CD and CD related to EF implies AB related to EF. That means R is
only if A plus B is equal to B plus C is reflexive, symmetric and transitive. So since this is reflexive, symmetric and transitive, it is an equivalence relation. So let us go to the next problem. Another question. Check whether the relation R in R, that means relation R in the set of real numbers defined by R is equal to set ordered pair AB such that A less than or equal to B square. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. R is equal to set ordered pair AB such that A less than or equal to B cube. We will have to check whether this is reflexive, symmetric and transitive. ഈ relation reflexive ആണോ, symmetric ആണോ, transitive ആണോ ചെക്ക് ചെയ്യണം. നമുക്ക് ഇതെന്താ ഇതിന്റെ മീനിങ്? R is equal to set ordered pair AB such that A less than or equal to B square. ഇതിന്റെ മീനിങ് എന്താ? AB എന്ന് പറഞ്ഞ ordered pair റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ എന്താവണം? A less than or equal to B square ആയിരിക്കണം. ഈ ordered pairലെ ഫസ്റ്റ് എലിമെന്റ് less than or equal to square of second element. ആദ്യം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. A less than or equal to B square. എന്നിട്ട് അതുപോലെ തന്നെയാണ് A less than or equal to B cube ചെയ്യാം. ഇവിടെ നിങ്ങളൊരു റിസൾട്ട് പോലെ നിങ്ങൾ ഓർത്തിരുന്നാലും കുഴപ്പമില്ല. That is R is equal to set ordered pair AB such that A less than or equal to B raised to n ആണ് റിലേഷൻ ഉണ്ടായിരിക്കണം. R is equal to set ordered pair AB such that A less than or equal to B raised to n. നമുക്ക് B square, B cube, n is equal to, let us assume that n is greater than or equal to 2. A less than or equal to B നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ ചെയ്തതാണ്. റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ A less than or equal to B ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ A less than or equal to B ചെയ്യുന്നില്ല. A less than or equal to B square, A less than or equal to B cube. അതായത് n-ന്റെ വാല്യൂ രണ്ടോ അതിൽ കൂടുതലോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ R is equal to set ordered pair AB such that A less than or equal to B raised to n. ഇവിടെ n-ന്റെ വാല്യൂ എന്താവണം? രണ്ടാവാം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ 3, 4, 5 ഏതെങ്കിലും ആവാം. ഈ റിലേഷൻ എന്തായിരിക്കില്ല? റിഫ്ലക്സീവ് ആവില്ല, സിമെട്രിക് ആയിരിക്കില്ല, ട്രാൻസിറ്റീവ് ആയിരിക്കില്ല. ഇത് ഇങ്ങനെ ഒരു റിസൾട്ട് പോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കും. R is equal to a relation R in the set of real numbers defined by R is equal to set ordered pair AB such that A less than or equal to B raised to n where n is greater than or equal to n. ന്റെ വാല്യൂ രണ്ടോ അതിൽ കൂടുതലോ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ എന്താവില്ല? റിഫ്ലക്സീവ് ആവില്ല, സിമെട്രിക് ആവില്ല, ട്രാൻസിറ്റീവ് ആവില്ല. ഇങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് ഈ റിലേഷൻ, അപ്പൊ ഈ രണ്ട് റിലേഷനും എന്താവില്ല? നമ്മൾ പറഞ്ഞ റിസൾട്ട് പ്രകാരം ഈ രണ്ട് റിലേഷനും റിഫ്ലക്സീവ് ആവില്ല, സിമെട്രിക് ആയിരിക്കില്ല, ട്രാൻസിറ്റീവ് ആയിരിക്കില്ല. നമ്മൾ പറഞ്ഞു ഒരു റിലേഷൻ റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. പക്ഷെ റിലേഷൻ റിഫ്ലക്സീവ് ആണ്, അല്ലെങ്കിൽ സിമെട്രിക് ആണ്, അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പോരാ. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. എന്താ റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ? A belongs to R. Reflexive എന്താ? A is related to A. The reflexivity A is related to A. That means ordered pair A belongs to R. അപ്പൊ A belongs to R എന്നാണെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? A less than or equal to A square. A less than or equal to A square. ഇത് ശരിയാണോ? In the set of real numbers A R ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? The relation R is reflexive. A എന്ന് പറഞ്ഞ ordered pair R ഉണ്ടാവുന്നതാണ് A is related to A. എന്ന് പറഞ്ഞ ordered pair R ഉണ്ടെങ്കിൽ നമുക്ക് പറയാം the relation R is reflexive. അപ്പൊ A ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഫസ്റ്റ് എലിമെന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ക്വയർ ഓഫ് സെക്കൻഡ് എലിമെന്റ്. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B സ്ക്വയർ ആണ്. A B belongs to R എന്ന് പറഞ്ഞാൽ അപ്പൊ A belongs to R എന്ന് പറഞ്ഞാൽ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു A സ്ക്വയർ. ഇത് ശരിയാണോ? ഏടെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ. ശരിയല്ലേ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ. ശരിയാണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 സ്ക്വയർ. ശരിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ശരിയല്ലാന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് ശരിയല്ലാത്ത ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, കുറെ എക്സാമ്പിൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിയായിരിക്കും. പക്ഷെ ശരിയല്ലാത്ത ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കത് പ്രൂവ് ചെയ്യാറുണ്ട് റിഫ്ലക്സീവ് അല്ല. ഇവിടെ 0 to 1 ഇടയിൽ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ എടുത്ത് നോക്ക്. Let A is equal to 1/2. We are assuming that A is equal to 1/2. Therefore 1/2 less than or equal to 1/2 square. That is 1/2 less than or equal to 1/2 square is 1/4, which is not true. 1/2 less than or equal to 1/4 പറഞ്ഞാൽ ശരിയാണോ? അല്ല. 1/2 greater than or equal to 1/4 എന്നാണ്.
is not true. അപ്പൊ A is equal to 1 by 2 എന്ന് പറഞ്ഞ കേസിൽ ഇത് റിഫ്ലെക്സിവിറ്റിയുടെ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻ എന്തല്ല, റിഫ്ലെക്സീവ് അല്ല. നമ്മൾ പറഞ്ഞു റിഫ്ലെക്സീവ് അല്ലാന്ന് പറയണമെങ്കിൽ അതല്ലാത്ത ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. So we cannot say that AA does not belongs to R. Therefore AA does not belongs to R for all A belongs to R. Therefore R is not reflexive. R എന്നല്ല റിഫ്ലെക്സീവ് അല്ല. ഇനി സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? AB belongs to R implies BA belongs to R. അപ്പോൾ നമുക്ക് നോക്കാം AB belongs to R implies what? A less than or equal to B square. AB belongs to R implies BA belongs to R. BA belongs to R എന്ന് പറഞ്ഞാൽ എന്താണ്? B less than or equal to A square. AB എന്ന് പറഞ്ഞ ഓർഡർ പേര് R ൽ ഉണ്ടാവണമെങ്കിൽ A less than or equal to B square ആയിരിക്കണം. ഫസ്റ്റ് എലിമെന്റ് less than or equal to square of second. അതാണ് റൂൾ. BA belongs to R എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലിമെന്റ് B less than or equal to A square ആവും. ഇവിടെ നമുക്ക് A യും B യും ഇതുപോലെ ഒരു എക്സാമ്പിൾ അല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്ത. അപ്പൊ നമുക്ക് A is equal to, we are taking A is equal to 1 and B is equal to 2. A is equal to 1 and B is equal to 2. അപ്പൊ ഇത് ശരിയാണോ? If A is equal to 1 and B is equal to 2, then there is 1 less than or equal to 2 square. This is true. A is equal to 1, B is equal to 2 ആണെങ്കിൽ 1 less than or equal to 2 square എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇനി നമുക്ക് നോക്കാം A is equal to 1, B is equal to 2. അപ്പം B less than or equal to A square എന്ന് പറഞ്ഞാൽ B is 2, 2 less than or equal to A square. A 1 ആണ്. 1 square. ഇത് ശരിയാണോ? അല്ല. 2 greater than 1 ആണ്. 1 square എന്ന് പറഞ്ഞാൽ 2 less than or equal to 1 square എന്ന് പറഞ്ഞാൽ തെറ്റാണ്. So AB belongs to R. That is AB belongs to R does not imply BA belongs to R. അപ്പൊ AB എന്ന് പറഞ്ഞ റിലേഷൻ AB എന്ന് പറഞ്ഞ ഓർഡർ പേർ R ൽ ഉണ്ടെങ്കിൽ എന്തുണ്ടാവണമെന്നില്ല, BA എന്ന് പറഞ്ഞ ഓർഡർ പേർ R ൽ ഉണ്ടാവണമെന്നില്ല. നമുക്ക് എക്സാമ്പിളിലൂടെ നമ്മൾ പ്രൂവ് ചെയ്തു ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. AB belongs to R എന്ന് പറഞ്ഞാൽ A less than or equal to B square. A equal to 1, B equal to 2 ആവുമ്പോൾ 1 less than or equal to 2 square എന്ന് പറഞ്ഞാൽ ശരിയാണ്. BA belongs to R എന്ന് പറഞ്ഞാൽ B less than or equal to A square. That is 2 less than or equal to 1 square. അത് തെറ്റാണ്. That means AB belongs to R does not imply BA belongs to R. Therefore R is not symmetric. അപ്പൊ R എന്നല്ല സിമെട്രിക് അല്ല. എന്താണ് സിമെട്രിക് എന്ന് പറഞ്ഞാൽ AB belongs to R implies BA belongs to R. AB R ൽ ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം, BA യും R ൽ ഉണ്ടാവണം. അപ്പൊ നമ്മള് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല. ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, 3 എലിമെന്റ് വേണം നമുക്ക്. A is related to B and B is related to C. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? A is related to C. നമുക്ക് AB belongs to R, BC belongs to R. ഇത് രണ്ടും നമ്മൾ അസ്യൂം ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? AC belongs, AB യും BC യും R ൽ ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യണം. അതിന് എന്ത് പ്രൂവ് ചെയ്യണം? AC യും R ൽ ഉണ്ട് പ്രൂവ് ചെയ്യണം. ഇതുപോലെ നമുക്ക് ഇവിടെ A യും B യും C യും അസ്യൂം ചെയ്യണം. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. So let us take A is equal to 10, B is equal to 4 and C is equal to 2. എടുക്കാം. ഏത് റിയൽ നമ്പർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. This is a relation defined in the set of real numbers. A is equal to 10, B is equal to 4, C is equal to 2. അപ്പോൾ AB belongs to R implies what is the condition? A less than or equal to B square. That implies what is A? 10 less than or equal to B square is 4 square. That is 16. It is true. A less than or equal to B square, 10 less than or equal to 16 is true. See, BC belongs to R. Then what does it mean? B less than or equal to C square. B less than or equal to C square. That means, what is B? 4. Less than or equal to C square. What is C? C is 2 square. This is also is 2. So 4 less than or equal to 2 square is 4. 4 less than or equal to 4 is 2. So that means AB belongs to R and BC belongs to R. Then if this relation
relation R is transitive, AC should belong to R. The relation transitive ആണെങ്കിൽ ഏതോടെ ഉണ്ടാവണം? AC എന്ന് പറഞ്ഞ നോഡിന്റെ പേര് ഉണ്ടാവണം. അപ്പം അതെന്താ നോക്കാം? AC belongs to R implies A less than or equal to, the condition എന്താണ്? A less than or equal to C square. That implies, what is A? 10. Less than or equal to C square is, C is 2, so 2 square. This is not right. 10 less than or equal to 2 square, actually 10 is greater than 2 square is 4. So 10 is greater than 4, 10 is not less than 4. So this is not true. That means AB belongs to R. That means what? AB belongs to R and BC belongs to R does not imply AC belongs to R. Therefore, R is not transitive. R എന്നല്ല transitive അല്ല. അപ്പൊ എ ബിയും ബി സിയും ആറിലുണ്ട്, പക്ഷെ എ സി ഇവിടെയല്ല, ആറിലില്ല. കാരണം എ ലെസ് ദാൻ ഈക്വൽ ടു സി സ്ക്വയർ 10 ലെസ് ദാൻ ഈക്വൽ ടു സ്ക്വയർ തെറ്റാണ്. അപ്പൊ എ സി ഇല്ല, എ ബിയും ബി സിയും ഉണ്ട്. അപ്പൊ എ ബിയും ബി സിയും ഉള്ളപ്പോൾ എന്തുണ്ടാവണം? എ സിയും ഉണ്ടാവണം, എന്നാലേ എന്താവുള്ളൂ? ട്രാൻസിറ്റീവ് ആവുള്ളൂ. അപ്പൊ ഈ റിലേഷൻ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. നമ്മൾ പറഞ്ഞു a relation in the set of real numbers defined by R is equal to ordered pair AB such that A less than or equal to B raised to N is not, where N is greater than or equal to, is not reflexive, symmetric and transitive. ഈ ടൈപ്പുള്ള റിലേഷനിൽ N greater than or equal to ആണെങ്കിൽ എന്താവില്ല? റിഫ്ലെക്സീവ് ആവില്ല, സിമെട്രിക് ആവില്ല, ട്രാൻസിറ്റീവ് ആവില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്ത് ഇതേ ആർഗ്യുമെന്റ് വരും, സെയിം ആർഗ്യുമെന്റ്. നോക്ക്, R is equal to set ordered pair AB such that A less than or equal to B cube. നോക്കാം, ordered pair AA രണ്ടാമത്തെ പ്രോബ്ലം ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. A less than or equal to B cube. A belongs to R. നോക്കാം, A less than or equal to B cube എന്ന് പറഞ്ഞാൽ ഇവിടെ വരും A cube എന്ന് വരും. എത്ര സ്ക്വയർ ആയിരുന്നു? ക്യൂബ് ആവും. That means 1/2 less than or equal to 1/2 cube. That means 1/2 less than or equal to 1/2 cube is 1 cube, 1/2 cube 8. ഇത് ശരിയാണോ? 1/2 എന്ന് പറഞ്ഞാൽ 1/8 കൂടുതലാണ്. 1/2 ലെസ് ദാൻ or equal to 1/2 തെറ്റാണ്. It is not true. അപ്പോൾ A belongs to R എന്ന് പറഞ്ഞാൽ A is equal to 1/2 ആവുമ്പോൾ ശരിയല്ല. റിഫ്ലെക്സീവ് അല്ലാതെ പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു. അപ്പൊ A does not belongs to R for all A belongs to R. Therefore R is not reflexive. ഇനി നമുക്ക് സിമെട്രിക് നോക്കാം. AB belongs to R implies A less than or equal to B cube. A less than or equal to B cube. A belongs to R. That means B less than or equal to A cube. Okay. A is equal to 1, B is equal to 2. അപ്പൊ A less than or equal to B cube എന്ന് പറഞ്ഞാൽ 1 less than or equal to 2 cube. ശരിയാണ്. B less than or equal to A cube എന്ന് പറഞ്ഞാൽ 2 less than or equal to 1 cube. ഇത് ശരിയല്ല. അപ്പൊ A B ഉണ്ട്, പക്ഷെ B ഇല്ല. Therefore R is not symmetric. In transitivity they say A is equal to 10, B is equal to 4, C is equal to 2. AB belongs to R means A less than or equal to B cube. That means 10 less than or equal to A less than or equal to B cube. That is 10 less than or equal to B cube എന്ന് പറഞ്ഞാൽ 4 cube. 4 into 4 into 4. That is 64. ഇത് ശരിയാണ്. 4 cube എത്രയാണ്? 4 into 4 into 4. 4 into 4, 16 into 4, 64. ഇത് ശരിയാണ്. BC belongs to R എന്നാൽ B less than or equal to C cube. C belongs to R. B belongs to R എന്നാൽ A less than or equal to B cube ആണ്. അപ്പൊ BC belongs to R എന്നാൽ B less than or equal to C cube. എന്താ B? 4 less than or equal to C cube എന്നാൽ C2 ആണ്. 2 cube. 4 less than or equal to 2 cube എന്നാൽ ശരിയല്ലേ? 2 cube എന്താണ്? 2 into 2 into 2, 8. 4 less than or equal to 8 എന്നാൽ ശരിയാണ്. പക്ഷെ AC belongs to R ആണോ നോക്ക്. AC belongs to R means A less than or equal to C cube. That means 10 less than or equal to A എന്താണ് 10 less than or equal to 2 cube. C cube എന്ന് എന്താ? 2 cube. 10 less than or equal to 2 cube എന്ന് എന്താണ്? 8. 10 less than or equal to 8 എന്ന് ശരിയാണോ? അല്ല. അപ്പോ A B B C ഉള്ളപ്പോഴൊക്കെ എന്തുണ്ടാവില്ല? AC ഉണ്ടാവില്ല. Therefore R is not transitive. അപ്പൊ ഈ റിലേഷൻ ഇത് രണ്ടും എന്തല്ല? റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, മനസ്സിലാവുന്നുള്ളത്? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണെന്നത് കുറച്ച് സ്പീഡിൽ പോകാലോ അല്ലേ? പ്രശ്നമില്ലല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലം, എ റിലേഷൻ S എന്ന് പറഞ്ഞ റിലേഷൻ ഇൻ ദ സെറ്റ് A is equal to set X belongs to Z.
X എന്ന് പറഞ്ഞാൽ ഇന്റീജർ ആണ്, 0ക്കും 12നും ഇടയിലുള്ള ഇന്റീജർ is given by ആ സെറ്റിലൊരു റിലേഷൻ എന്താണ്? S is equal to set ordered pair AB such that mod A minus B is divisible by 3. ഇവിടെ ഈ ordered pair AB എന്ന് പറഞ്ഞ ordered pair S ൽ ഉണ്ടാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? mod of A minus B, modulus of first element minus second element is divisible by 3. ഇതിനെ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാവണം? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാവണം. ഇത് ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ അതിനെ പ്രൂവ് ചെയ്യാം. ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് പറയാം? ordered pair A belongs to S എന്ന് പറയാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? റിഫ്ലെക്സീവ് റിലേഷൻ. റിഫ്ലെക്സീവ് റിലേഷൻ ആണെങ്കിൽ എന്താണ്? ordered pair A belongs to S എന്നാണ്. A ഉണ്ടാവണമെങ്കിൽ mod A minus A സെക്കൻഡ് എലിമെന്റ് B ക്ക് വരെ A കൊടുക്കാം. A എന്ന് പറഞ്ഞ ordered pair ആണെങ്കിൽ mod A minus A is divisible by 3 ചെയ്യണം. What is mod A minus A? That is mod 0, that is 0. 0 is divisible by 3. അതാ ശരിയല്ലേ? 0യെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് കിട്ടും 0 കിട്ടും. 0 divided by any non-zero number is 0. അപ്പൊ 0 is divisible by 3 എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ നമുക്ക് എന്താ പറയാം? mod A minus A is equal to 0. mod A minus A equal to 0 ആണ്. is divisible by 3. That is A belongs to R. A belongs to ഇവിടെ R അല്ല, ഇവിടെ റിലേഷൻ എന്താണ്? S. That is ഇവിടെ റിലേഷൻ S ആണ്. So A belongs to S for every A belongs to the set A. E എന്ന് പറഞ്ഞ സെറ്റുകളിൽ പറ്റി. So A എന്ന് പറഞ്ഞ ordered pairs ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്? Therefore S is reflexive. X എന്താണ്? Reflexive. ഇനി സിമെട്രിക് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? AB belongs to S implies AB എന്ന് പറഞ്ഞ ordered pair S എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ടെങ്കിൽ ഏത് ഉണ്ടാവണം? BA എന്ന് പറഞ്ഞ ordered pair ഉണ്ടാവണം. AB belongs to S എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? AB belongs to S എന്ന് പറഞ്ഞാൽ mod A minus B is divisible by 3. നമുക്ക് പറയാം mod A minus B എന്ന് പറഞ്ഞാൽ എന്താ? mod B minus A ആണ്. A minus B യും B minus A യും മോഡുലസ് എടുത്താൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ mod A minus B എന്നാൽ mod B minus A ആണ്. mod B minus A is divisible by 3. നമുക്ക് mod B minus A is divisible by 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ordered pair BA belongs to R. Sorry, S. ഇവിടെ റിലേഷൻ R അല്ല, റിലേഷൻ എന്താണ്? S. So ordered pair AB belongs to S implies BA belongs to S. അപ്പൊ AB എന്ന് പറയുന്നത് S എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ടെങ്കിൽ ഏതും ഉണ്ടാവും? BA ഉണ്ടാവും. mod B minus A is divisible by 3 എന്നാൽ എന്താണ്? ordered pair BA belongs to S എന്നാണ്. നമുക്ക് mod A minus B is divisible by 3 എന്ന് പറഞ്ഞാൽ mod A minus B 3 കൊണ്ട് divisible ആണെങ്കിൽ AB എന്ന് പറഞ്ഞ ordered pair S ഉണ്ടാവും. അപ്പൊ mod B minus A 3 കൊണ്ട് divisible ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? BA എന്ന് പറഞ്ഞ ordered pair S ഉണ്ടാവും. So AB belongs to S implies BA belongs to S. Therefore S is symmetric. അപ്പൊ S എന്താണ്? Symmetric. ഇനി നമുക്ക് അത് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്താവണം? AB and BC belongs to S. രണ്ട് കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യണം. A is related to B and B is related to C. AB എന്ന് പറഞ്ഞ ordered pair S ഉണ്ടാവണം. പിന്നെ എന്തുണ്ടാവണം? BC എന്ന് പറഞ്ഞ ordered pair S ഉണ്ടാവണം. ഇതെന്തും നമ്മൾ അസ്യൂം ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? AC എന്ന് പറഞ്ഞ ordered pair S ഉണ്ടാവണം. സോറി, ഇവിടെയൊക്കെ നമ്മൾ വീണ്ടും R കഴിഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെ റിലേഷൻ എന്താണ്? S ആണ്. AB എന്ന് പറഞ്ഞ ordered pair S എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ടെങ്കിൽ AB എന്ന് പറഞ്ഞ ordered pairഉം BC എന്ന് പറഞ്ഞ ordered pairഉം S ഉണ്ടെങ്കിൽ ഏത് ഉണ്ടാവണം? AC എന്ന് പറഞ്ഞ ordered pair S ഉണ്ടാവണം. അപ്പൊ നമുക്ക് AB എന്ന് പറഞ്ഞ ordered pair S ഉണ്ടാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? AB belongs to S implies mod A minus B is divisible by 3. BC എന്ന് പറഞ്ഞ ordered pair S ഉണ്ടാവണമെങ്കിലോ AB ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് എലിമെന്റ് മൈനസ് സെക്കൻഡ് എലിമെന്റ് മോഡുലസ് ഈസ് divisible by 3. അപ്പൊ BC S ൽ ഉണ്ടാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? മോഡുലസ് ഓഫ് ഫസ്റ്റ് മൈനസ് സെക്കൻഡ് B minus C is divisible by 3. അപ്പൊ നമുക്ക് AB belongs to S means mod A minus B is divisible by 3. BC belongs to S means
mod b minus c is divisible by 3. നമ്മൾ എന്താ പ്രൂവ് ചെയ്യുന്നത്? എ ബിയും ബി സിയും എസിലുണ്ടെങ്കിൽ എ സിയും എസിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്നത്. എ സി എസിൽ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? mod a minus c is divisible by 3 എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യാം? ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് mod a minus b യെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അർത്ഥം മോഡുലസ് ഓഫ് a minus b യെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ a minus b യെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കില്ലേ? a minus b യുടെ മോഡുലസിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ a minus b യെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. b minus c യുടെ മോഡുലസിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ b minus c യെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ a minus b യെയും b minus c യെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിന്റെ സമ്മിനെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നമുക്ക് a minus b plus b minus c ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം mod a minus b യെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ a minus b യെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. mod b minus c യെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ b minus c യെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ a minus b യും b minus c യെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിന്റെ സമ്മിനെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. ഇത്രയും സംഗതിനെ ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിന്റെ മോഡുലസിനെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കില്ലേ? Modulus of a minus b plus b minus c is divisible by 3. So minus b plus b cancel. So mod a minus c is divisible by 3. എന്താണ്? mod a minus c is divisible by 3 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഓർഡേർഡ് പെയർ AC belongs to S. അപ്പൊ AB എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയറും BC എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയറും S ൽ ഉണ്ടെങ്കിൽ ഏതും ഉണ്ടാവും? S. AC എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ S ൽ ഉണ്ടാവും. അപ്പൊ എ ബിയും ബി സിയും എസ് എന്നുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ ഏതുണ്ടാവും? എ സിയും ഉണ്ടാവും. അപ്പൊ R is therefore R is transitive. അപ്പൊ R എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. സോറി വീണ്ടും നമ്മൾ R എഴുതുന്നത് S is transitive. റിലേഷൻ എന്താണ്? S ആണ്. So the S is reflexive, S is symmetric and it is transitive. So S is reflexive, symmetric and transitive. Therefore S is an equivalence relation. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്